അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില ആൾക്കാരുടെ നോട്ടം കൊണ്ട് കണ്ണീർ സംഭവിക്കാം, ചില ആൾക്കാരുടെ പറച്ചൽ കൊണ്ട് കണ്ണീർ സംഭവിക്കാമെന്ന്. കണ്ണീർ അത് സത്യമാണ്. ഇനി കണ്ണീർ ബാധിച്ചാലുള്ള അതിനുള്ള മരുന്ന് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എപ്പോൾ കാണുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുആ ചെയ്യുമായിരുന്നു എന്ന് ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. ആ ദുആ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് താഴെ. ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നിങ്ങൾ പറയേണ്ട ഒരു ദുആയാണ് ആ ദുആ. ആ ദുആ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് നോക്കിയിട്ട് ഒരു 7 തവണയെങ്കിലും കുഞ്ഞിക്ക് ഓതിയിട്ട് ആ ദുആ ചെയ്തിട്ട് കുഞ്ഞിൻ്റെ മേലിൽ ഊതി കൊടുക്കുക. അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്നുള്ള ഈ ഒരു ദുആ അധികരിപ്പിക്കുകയും ഒരു 7 തവണയെങ്കിലും ചൊല്ലിയിട്ട് ഒരു കുഞ്ഞിൻ്റെ മുകളിലേക്ക് ഊതിക്കൊടുത്താൽ ആ കുഞ്ഞിന് കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. കണ്ണീർ കൊണ്ട് എത്രയോ ബുദ്ധിമുട്ട് ആൾക്കാർ ഈ വിനീതന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കുറേ ആൾക്കാരുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള എത്രയോ ആൾക്കാർ കണ്ണീർ കൊണ്ട് ബാധിച്ച കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ കണ്ണീർ ഹക്കാണ്, അത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദുആ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ എന്ത് ഭംഗി എന്ന് പറയുന്നതിനേക്കാളും ഉത്തമം ആ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കലാണ്. അല്ലാഹു കണ്ണീരിനെ തൊട്ട് സാഹചര്യങ്ങളെ സിഹിറിനെ തൊട്ട് കണ്ണീരിനെ തൊട്ട് അല്ലാഹു ഞങ്ങൾ സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.